പരമ്പരാഗതമായിട്ടുള്ള അത്തംകുടി ടൈൽസ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വായോ. ചെട്ടിനാടിന്റെ മണ്ണിലൂടെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴേ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. പ്രൗഢഗംഭീരമായിട്ടുള്ള ചെട്ടിനാടൻ വീടുകളെ പൂർത്തീകരിക്കുന്നതെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും കലയും കരകൗശലത്തിന്റെ മികവും ഒന്നിച്ചു ചേർന്ന അത്തംകുടി ടൈൽസുകളിലൂടെയാണ്. അതിന്റെ പരമ്പരാഗതമായ നിർമ്മാണ രീതിയും അതിനായി കഷ്ടപ്പെടുന്ന പച്ചയായിട്ടുള്ള മനുഷ്യരും അവരുടെ നിഷ്കളങ്കമായ സ്നേഹവുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. കണ്ടാലോ? ചെട്ടിനാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അത്തംകുടി. അവിടുത്തെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ടൈൽ നിർമ്മാണ യൂണിറ്റിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. അത്തംകുടിയിലെ മണ്ണിന്റെ പ്രത്യേക ഗുണം കൊണ്ടാണ് ഇവിടുത്തെ ടൈലുകൾക്ക് സവിശേഷമായിട്ടുള്ള നിറവും ഉറപ്പും കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ വരുന്ന സമയത്ത് ഈ അമ്മ ഉണ്ടല്ലോ ഈ ടൈൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുവാണേ. ആദ്യം ഇവർ ചെയ്യുന്നത് ഇതിന്റെ കളർ ബേസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വൈറ്റ് സിമെന്റ്, പിന്നെ നദീതീരത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അത്തംകുടിയുടെ വളരെ ഫൈൻ ആയിട്ടുള്ള മണ്ണ്, പിന്നെ ചെയ്യുന്നത് കളർ ഓക്സൈഡ്സ് ആണ്. പല പല കളേഴ്സിനനുസരിച്ച് റെഡ്, ഗ്രീന്, യെല്ലോ അവർക്ക് ആവശ്യമുള്ള കളർ മിക്സുകൾ ചേർക്കും, ഓക്സൈഡ്സ്, പിന്നെ വെള്ളവും ചേർക്കും. ഇത്രയും അവരുടെ ഒരു കണക്കുണ്ട്. അതിന്റെ ആനുപാതികമായിട്ട് ചെയ്തിട്ടാണ് കളർ മിക്സ് റെഡിയാക്കി വെക്കുന്നത്. അതിനുശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. അവർ മിക്സ് ചെയ്യുന്നത് കണ്ടില്ലേ, എല്ലാം കൈ കണക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ അവർ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതില്. അങ്ങനെ കളർ ബേസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് അവർ സെലക്ട് ചെയ്യാൻ പോകുന്നത് വളരെ നല്ല മിനുസമുള്ള ഒരു ഗ്ലാസ് പ്രതലമാണ്. അപ്പൊ ഈ ഗ്ലാസ് ആണ് ഏറ്റവും ബേസ് ആയിട്ട് വെച്ചിട്ട് അതിന്റെ പുറത്ത് ഈ കളേഴ്സ് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം ഗ്ലാസ് നല്ല മിനുസമുള്ളതായിരിക്കുമോ അത്രയും പെർഫെക്ഷൻ കിട്ടും നമ്മുടെ അത്തംകുടി ടൈൽസിന്റെ എൻഡ് പ്രോഡക്റ്റിന്. ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നേ, കേശുക്കുട്ടൻ എത്ര കീനായിട്ടാണ് ആ ഓരോ പ്രോസസ്സ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. കാരണം അവന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അമ്മ എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ചേച്ചി ഒരു ഫ്രെയിമിനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. മെറ്റലിലുള്ള ഒരു ഫ്രെയിമാണ് അത്. ഈ ഗ്ലാസിന്റെ പുറത്തേക്ക് വെക്കും. അതിനുശേഷം ഒരു മോൾഡ് കണ്ടോ, ഏത് ഡിസൈനാണോ വേണ്ടത് അതും മെറ്റലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു മെറ്റാലിക് മോൾഡ് അതിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വേണം ഈ കളർ മിക്സ് ഏതൊക്കെ ഈ ഡിസൈനിനനുസരിച്ച് ഏതൊക്കെ കളങ്ങളിൽ ഏതൊക്കെ കളേഴ്സ് ഒഴിക്കണമോ അതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്തത് യെല്ലോ കളർ ഏതൊക്കെ ഡിസൈനിലുള്ള കളത്തിൽ വേണമോ അത് അവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത കളർ ആഡ് ചെയ്യുന്നതാണ്. ബ്ലൂ കളറാണ് അടുത്ത കോളങ്ങളിൽ ചേച്ചി ഒഴിക്കുന്നതേ. അതും വളരെ സൂക്ഷ്മമായിട്ട് വേണം ചെയ്യാനായിട്ട്. കോളം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കോളത്തിൽ ഒഴിക്കുന്ന കളറ് മറ്റൊരു കോളത്തിലേക്ക് പോകത്തില്ല, ഒഴുകി പോകത്തില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് അവർ ഈ കളർ ബേസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത വൈറ്റ് കളറാണ് അവർ ഡിസൈനിലേക്ക് ഒഴിക്കുന്നത്. ആദ്യം വെച്ച ഒരു മെറ്റാലിക് ഫ്രെയിമില് അതാണ് നമ്മുടെ ടൈൽസിന്റെ വലിപ്പം നിശ്ചയിക്കുന്നത്. പിന്നെ ഈ ടൈല് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു 5 mm തിക്നെസ് കണക്കാക്കിയിട്ടാണ് ഈ കളർ ബേസ് അവർ ഒഴിക്കുന്നത്. ഓരോ തവണ യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവർ ഈ കളറ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അങ്ങനെ ചേച്ചി അടുത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഭാഗത്തിൽ ഗ്രീൻ കളറ് മിക്സ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പുറത്തെ അമ്മയാണെങ്കിൽ മുന്നേ യൂസ് ചെയ്ത ഒരു ഗ്ലാസ് പീസിനെ അവർ ക്ലീൻ ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ മാസ്റ്ററായി മാറിയെന്നാണ് കേശുട്ടന്റെ ഒരു ഭാവം. കളേഴ്സ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫ്രെയിമിനെ സൂക്ഷിച്ചെടുത്ത് മാറ്റി അപ്പൊ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മണലും സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഫോമിൽ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകത എന്ന് വെച്ചാൽ ഈ കളേഴ്സ് ഒലിച്ചു പോകാതിരിക്കാനാണ്. അത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ മണ്ണിനെ അവർ വീണ്ടും തട്ടി കളയും. എന്നിട്ട് ഈ ഫ്രെയിം ഇവിടെ വെച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവർ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ല വിസിബിൾ ആക്കി തന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ്. ഇപ്പൊ ഈ ചേച്ചി ചെയ്തെടുത്ത ഡിസൈനാണ് ഈ സംഭവം.
ചേച്ചി അടുത്ത ടൈൽസിന്റെ ഡിസൈനിങ്ങിലാണ്. ഇതിൽ കണ്ടോ, മോൾഡ് യൂസ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് കൈ കൊണ്ട് മാത്രമാണ് ഈ ഒരു ടൈൽസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അത്തംകുടി ടൈൽസിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മെഷീനറീസ് ഒന്നും ഉപയോഗിക്കാതെ 100% ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടൈൽസ് എന്നതാണ് അത്തംകുടി ടൈൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഡിസൈനിൽ എന്ന് വെച്ചാൽ ആദ്യം ഗ്ലാസ് പീസ് വെച്ചു, അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രെയിം വെച്ചു. പക്ഷേ ഇവിടെ മോൾഡ് വെക്കാതെ ഡയറക്റ്റ് ആയിട്ട് ആ ഗ്ലാസിന്റെ പുറത്തേക്കാണ് കളർ ബേസ് ഒഴിക്കുന്നത്. ഈ സമയം കൊണ്ട് ഈ അമ്മയുണ്ടല്ലോ, ആദ്യം ഈ ചേച്ചി ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീസ് ഓഫ് ടൈൽസ് എടുത്തിട്ട് അതിന്റെ പുറത്ത് ആ ഒരു ഡ്രൈ സിമെന്റ്, ആ ഒരു മിക്സിലെ സിമെന്റും മണ്ണുമായിട്ട് ചേർത്ത് മണലുമായിട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മിക്സ് ഒന്നുകൂടെ ഇടുന്നുണ്ട്. അതിന്റെ പുറമെ ഒരു ചാന്ത് അവര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സിമെന്റും മണലും കൂടെ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സാണ്. അത് ഇതിനകത്തേക്ക് ഒഴിച്ച് അത് ഫില്ല് ചെയ്യും. ഈ ഒരു ഫ്രെയിമിനകത്ത് മുഴുവനായിട്ടും അതിനി ഫില്ല് ചെയ്യും. ഇത് ഇത്രയും ചേരുന്നതാണ് ഒരു ടൈൽസിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പുറത്തായിട്ട് വീണ്ടും ആ ഒരു ഡ്രൈ സിമെന്റ് മിക്സ് ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കളർ ബേസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. അടുത്ത് ആ ചേച്ചി കൈ കൊണ്ട്, ആ വിരൽ കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. മോൾഡിന്റെ ഒന്നും ഒരാവശ്യമില്ല, അവരുടെ തനതായിട്ടുള്ള രീതിയിൽ അവർ ഡിസൈൻ കൊടുക്കുവാണ്. ഓക്കെ, ഡിസൈനിങ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ആ ഡ്രൈ സിമെന്റിന്റെ മിക്സ് ഒന്ന് അതിന്റെ പുറത്തിട്ട് കൊടുക്കും. അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഈ ഫസ്റ്റ് ടൈൽസിൽ നോക്കിക്ക്, ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ സെക്കൻഡ് ടൈൽസിന്റെ ഡിസൈനിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓരോ തവണ യൂസ് ചെയ്തതിന് ശേഷം ആ ഫ്രെയിം അവർ നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കിയാണ് വെക്കുന്നത്. ആ ഒരു പ്രസ് എടുത്ത് മാറ്റുന്നതോടുകൂടി ഈ ഒരു പുത്തൻ പീസ് ഓഫ് ടൈല് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു 24 hours പുറത്ത് തന്നെ ഇങ്ങനെ വെച്ചിരിക്കും. അങ്ങനെ ഓരോരോ ടൈൽസ് ആയിട്ട് ഈ പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ മോൾഡിങ് കഴിഞ്ഞ് ഒരു ദിവസമായിട്ട് പുറത്തിരുന്ന ടൈൽസിനെ ഈ വെള്ളത്തിനകത്തേക്ക് കൊണ്ടുവന്ന് മുക്കി വെക്കും. അതാണ് വാട്ടർ ക്യൂറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അങ്ങനെ 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ മുക്കി വെച്ചേക്കും. സൂര്യപ്രകാശത്തിനടിയിൽ വെച്ച് ഇത് ഉണക്കിയെടുക്കും. അതാണ് അടുത്ത പ്രോസസ്സ്. 5 ദിവസമാണ് മിനിമം വേണ്ടത്. പക്ഷെ മഴ സീസണൊക്കെ ആണെങ്കിൽ കൂടുതൽ ദിവസം വേണ്ടി വരുമെന്നാണ് ചേച്ചി പറയുന്നത്. 5 நாள் இங்க இருக்கும். 5-6 நாள் மழை சீசன் 10 நாள் கூட ஆயிரும். അങ്ങനെ 5 ദിവസത്തെ ഡ്രൈ ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ബാച്ച് ഓഫ് ടൈൽസ് ആണത്. ഓട്ടോമാറ്റിക്കലി ഇളകി വരും. ഇത് കറക്റ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇളകി വരും, ഗ്ലാസ്സിൽ നിന്ന് വിട്ട്. അതാണ് അതിന്റെ കണക്ക്. മനസ്സിലായില്ലേ? ഈ ടൈൽസിൽ നിന്ന് ഈ ഗ്ലാസ് ഇങ്ങനെ തനിയെ വിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണ്ടില്ലേ, കണ്ണാടി പോലത്തെ ടൈൽസ് ആണ് അത്തംകുടി ടൈൽസ് എന്ന് പറയാം. ഇനി ഇതിൽ വേറെ ഒരു തരത്തിലുള്ള പോളിഷിങ്ങിന്റെ ആവശ്യമില്ല. എത്ര നല്ല രീതിയിലാണെന്നോ ആ ചേച്ചി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നത്. ഇവിടെയാണ് എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈൽസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടോല്ലോ, മോൾഡ് യൂസ് ചെയ്യാതെ കൈകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഇതൊക്കെ. ഈ വെള്ളത്തിനകത്ത് കുറച്ച് മീനൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അമ്മൂമ്മ കേശുക്കുട്ടനെ വിളിച്ചുകൊണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കേശു അവരുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടായി. അവർ പറഞ്ഞതെന്ന് വെച്ചാല് ഓരോ ദിവസം എത്ര ടൈല് ചെയ്യുന്നു അതനുസരിച്ചാണ് ഇവർക്ക് കൂലി കിട്ടുന്നതെന്ന്. അപ്പൊ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ എല്ലാ ജോലിയും ചെയ്യും. എന്നിട്ട് ടൈൽസിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള കൂലി ഇവർ ഒരുപോലെ ഡിവൈഡ് ചെയ്തെടുക്കും. അങ്ങനെ ഈ ഒരു കൈത്തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ ഗ്രാമത്തിലുണ്ടെന്നോ. നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു യൂണിറ്റിന്റെ പേരാണ് ഗണേഷ് ടൈൽസ്. ആക്ച്വലി ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന പെരിയ വീട് അല്ലെങ്കിൽ അത്തംകുടി പാലസ്, അവിടെ നിന്ന് വരുന്ന അതേ വഴിയിൽ തന്നെയാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ഇതുപോലത്തെ ടൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. ഏത് ഡിസൈൻ പറഞ്ഞിരുന്നാലും അവർ ചെയ്തു തരും കേട്ടോ. സ്റ്റാർട്ടിങ് ഒരു 40 rupees ഒക്കെയാണ് വരുന്നത്.
നമ്മളങ്ങനെ അതൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്ക് ഇവിടെ കേശുട്ടനെ നോക്കിക്ക് അവിടുത്തെ ആ ചേച്ചിമാരുടെ കൂടെ അങ്ങ് ഇരിപ്പായി. അവരുടെ മടി കയറിയൊക്കെ ഇരുന്ന് അവരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുവാണേ. ആ അമ്മയുടെ മുഖത്തുള്ള ഒരു സന്തോഷം നോക്കിക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നത്. അവൻ അവിടെ ഫുള്ള് ഓടി നടന്ന് അവിടുത്തെ ചെളിയും മണ്ണും ഒക്കെ എടുത്തിട്ട് ഫുൾ പൊടിയാണ്. അപ്പൊ ആ ചേച്ചി തന്നെ അവനെ അതെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി കൊടുക്കുവാണ്. അവരുടെ ആ ഒരു നിഷ്കളങ്കമായ സ്നേഹം കണ്ടിട്ട് ശരിക്കും ഞങ്ങൾക്കും സന്തോഷമായി. ഇവർക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമേ ഉള്ളൂ. നമുക്ക് വന്നിട്ട് ഒരുപാട് ടൈൽസ് ഒന്നും വാങ്ങി പോകാനുള്ള ആവശ്യകതയില്ല. പക്ഷേ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതാണ് കേട്ടോ ഇവരുടെ ഈ യൂണിറ്റിന്റെ കോൺടാക്ട് നമ്പർ. ആവശ്യമുള്ളവർക്ക് ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പുതിയ കുറേ കാര്യങ്ങൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു, പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂ കാരണം അതിൻ്റെ സൗണ്ട് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പറയുവാണ്, ഇത് രക്തചന്ദനമാണ്. നമ്മൾ പുഷ്പ സിനിമയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള രക്തചന്ദനമാണ്. ഇത് ആക്ച്വലി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നല്ല വെയിലും ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പം എന്തായാലും ഒരു ഇളനീരായിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിട്ട് യാത്രകളെന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് പോയിട്ട് അവിടുത്തെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് കണ്ട് തിരിച്ചു വരിക എന്നുള്ളതല്ല. നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു സംസ്കാരവും ജീവിത രീതികളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈവൻ ലാംഗ്വേജ് പോലും അറിയാത്ത കേശുകുട്ടൻ ഇവിടുത്തെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു രീതി കണ്ടപ്പോൾ ആസ് പാരൻസ് ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ബാക്കി ചെട്ടിനാടൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.